നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ ശനിയുടെ വീഡിയോ കണ്ടിട്ട് കുറേ കമൻറ്റുകൾ വന്നു. എൻ്റെ തൊട്ട് താഴത്തെ കമൻറ്റിൽ എനിക്ക് എന്ത് പറ്റി, കഴിഞ്ഞ ശുക്രൻ്റെ വീഡിയോയിൽ ഭംഗിയായിരുന്നു, ശനിയുടെ വീഡിയോ ആയപ്പോഴത്തേക്ക് പ്രായമായല്ലോ, എനിക്ക് ക്യാൻസർ ആണോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. അപ്പം ഒരുപാട് പേര് വിളിച്ചും ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല. തിരുപ്പതിയിലൊന്ന് പോയിരുന്നു, അതിനുശേഷം വന്ന് നല്ലൊരു പനിയും പിടിച്ചു. അപ്പം ആ പനിയുടെ ആഫ്റ്റർ എഫക്റ്റായിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പം എൻ്റെ ഒരു ശാരീരിക രീതി വെച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കും. വർക്കൗട്ടോ ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തടി കൂട്ടാൻ വളരെ എളുപ്പവും തടി കുറയ്ക്കാൻ വളരെ പാടുമുള്ളൊരു ശാരീരിക രീതിയുള്ള ഒരാളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആണ് കാണുമ്പോൾ ഉള്ളൊരു വ്യത്യാസം. ഇപ്പോൾ റെസ്റ്റിലാണ്, പനിയുണ്ടായിരുന്നു എന്നുള്ളത്, നല്ല പനിയായിരുന്നു. ഇപ്പോഴത്തെ വൈറൽ ഫീവർ അറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞൊന്ന് സ്വസ്ഥമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു രൂപമാറ്റത്തിൽ തന്നെ എന്നെ ഇത്രയും ആൾക്കാർക്ക് പലർക്കും വിഷമമായി എന്ന് പറഞ്ഞു. അപ്പം ആരും വിഷമിക്കണ്ട, ഭഗവതി ഉണ്ട് നമ്മുടെ കൂടെ, ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്, ഒരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ വിളിച്ച് അന്വേഷിച്ച, കമൻ്റ് രൂപത്തിലും അല്ലാതെ ഡയറക്റ്റ് ഓഫീസിലേക്ക് വിളിച്ച് അന്വേഷിച്ച എല്ലാവർക്കും സർവൈശ്വര്യങ്ങളുണ്ടാവട്ടെ, ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലുള്ള പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അന്വേഷണവും ഒക്കെ ഉണ്ടാവണം. കാരണം അതൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഉത്തേജനം വരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്നത്. അപ്പം ഇനിയും അത് ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു അനുഗ്രഹമായിട്ട് കാണുന്നു, അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു, അല്ലേ? ഒരു ഭാഗ്യമല്ലേ അത്? എത്രയും പേര് സ്നേഹിക്കുക, അല്ലെങ്കിൽ എത്രയും പേരുടെ അനുഗ്രഹം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പുണ്യമാണത്. ഞാനതിനെ പൂർണ്ണ ഗുരുത്വത്തോടു കൂടി കാണുന്നു. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എന്നെ അനുഗ്രഹിച്ച എൻ്റെ കൂടെ ഉള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ശനിയുടെ വീഡിയോ കുറച്ചേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനും കമൻറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും ഈ വീഡിയോ എന്താ ഇത്രയും, ശനിയുടെ വീഡിയോ അത്രയും വിശദമായിട്ട് പറയുന്നില്ലല്ലോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ നിരീക്ഷണങ്ങളൊന്ന് വിശദമായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാറ്റേൺ ഇൻ ദ 7th ഹൗസ്. അപ്പം പങ്കാളിയുടെ സ്വഭാവം, നേച്ചർ ഓഫ് സ്പൗസ്, നമുക്കൊന്ന് സമ്മറി ഒന്ന് നോക്കാം. പങ്കാളി ഒരു സാധാരണ ആൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായിരിക്കും. ശനി 7 നിൽക്കുന്നവർക്ക് അവരുടെ പങ്കാളി വളരെ ഒരു സാധാരണക്കാരുടെ, ഒരു ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു സാധാരണ ആളാവാനാണ് സാധ്യത, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ജനിച്ചു വളർന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇരുണ്ട നിറമുള്ളവരായിരിക്കും. ശനിയുടെ കൂട്ടൊരു പ്രതീകം, ശനിയുടെ രൂപവർണ്ണന പോലെ തന്നെ ഉള്ളൊരു പ്രതീകം, ചുരുണ്ട മുടിയും ഒക്കെ, ശനിയുടെ ഒരു നിറം, അല്ലെങ്കിൽ ശനിയുടെ ഒരു ശൈലി, ശനിയുടെ രൂപവർണ്ണനയുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു രൂപം ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ കർശനമായ ചിട്ടയുള്ളവരാവാനുള്ള സാധ്യത. പ്രായവ്യത്യാസം, രൂപവ്യത്യാസം, ഒരാൾക്ക് നല്ല പൊക്കം, ഒരാൾക്ക് നല്ല പൊക്കക്കുറവ്, അല്ലെങ്കിൽ ഒരാൾ നന്നായിട്ട് വെളുത്തിട്ട് ഒരാൾ നന്നായിട്ട് കറുത്തിട്ട്. അപ്പം അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു
രീതി. അതുപോലെ തന്നെ പ്രായത്തിൽ മുതിർന്നവർ, അല്ലെങ്കിൽ പ്രായത്തിൽ പക്വതയുള്ളവർ, അല്ലെങ്കിൽ ഗൗരവക്കാരായിട്ടുള്ള ആൾക്കാർ, വളരെ മെച്യൂർഡായിട്ടുള്ള ആൾക്കാരൊക്കെ പങ്കാളിയാവാനോ അല്ലെങ്കിൽ നിങ്ങൾക്കത് വരികയും പങ്കാളി അതിൽ നിന്ന് വ്യത്യസ്തമാവുകയും ചെയ്യാനുള്ളൊരു സാധ്യത. അതുപോലെ തന്നെ പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരെ പരിചരിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം തങ്ങളുടേതാണെന്നുള്ളൊരു ബോധം ഈ 7th ശനിയുള്ളവരുടെ ഒരു രീതിയാണത്, അവരുടെ ഒരു ചിന്താരീതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം ഏറ്റെടുത്ത് സന്തോഷിപ്പിക്കാനുള്ള ഒരു സാധ്യതയും കണ്ടേക്കാം. അപ്പം നമുക്ക് 7ാം ഭാവത്തിൽ ശനിയുള്ളവർ പലപ്പോഴും അറിയാതെ തന്നെ തങ്ങളെക്കാൾ കരുത്തരായ അധികാരമുള്ള പങ്കാളികളെ തേടുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വിധേയരായിരിക്കാനുള്ള ഒരു രീതി കണ്ടിട്ടുണ്ട്. ഒരാളുടെ ശിക്ഷണത്തിൽ, അതായത് ഗൈഡൻസിൽ ജീവിക്കാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ഇങ്ങനെ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഒന്നാമത്തെ രീതി എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു ഒബ്സർവേഷൻ, ഗൈഡിൽ ശനിയാണ്, ആ ഒബ്സർവേഷൻ പറഞ്ഞത് നമുക്ക് നോക്കാം. സീക്കിങ് എ പേരൻറ്റ് ഫിഗർ, ഒരു രക്ഷകർത്താവിനെ പാർട്ട്ണറിലൂടെ തേടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകൻ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വല്ലാണ്ട് ഭയപ്പെടും. ഒരു പേടിയുണ്ടാവും, ഒരു ഭയമുണ്ടാവും, ഒരു ഉറപ്പില്ലായ്മ ഉണ്ടാവും, എന്ത് ചിന്തിക്കും മറ്റുള്ളവരെന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പേടിയാണ്, എന്നെ ആരെങ്കിലും നയിക്കണം എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഞാനിങ്ങനെ, അവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം, പക്ഷെ ഞാനിങ്ങനെ, ഒരു മൊത്തത്തിൽ ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഇവർക്കുണ്ടാവാം. അതിൻ്റെ ഫലമായിട്ട് ഇവരിഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇവർ തേടുന്ന ഒരു അമ്മയോ അല്ലെങ്കിൽ അച്ഛനെയോ അല്ലെങ്കിൽ ഒരു മദർ അല്ലെങ്കിൽ ഒരു ഫാദർ, അതായത് പേരൻ്റൽ ഒരു ഫിഗറിനെ ആയിരിക്കും ഇവർ അൺകോൺഷ്യസ്ലി തേടുന്നത് എന്നുള്ളതാണ്. പങ്കാളി പറയുന്നത് പോലെ ജീവിക്കാനായിരിക്കും ഇവർക്കിഷ്ടം. അതാകുമ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങളെടുത്ത് തെറ്റുകൾ പറ്റില്ലല്ലോ. അപ്പം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭയം, അപ്പോൾ അതാ ഒരു പറ്റില്ലല്ലോ, അല്ല ഒരു നയിക്കണമല്ലോ എന്നുള്ളൊരു സുരക്ഷിതത്വ ബോധമായിരിക്കാം ഒരു പക്ഷേ അവരെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നുകിൽ 7th സാറ്റൻ നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ 7th സാറ്റൻ നിൽക്കുന്ന ആളുടെ പാർട്ട്ണർ, ഒന്നാമത്തേത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വ താവളമാണ്, അതായത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വളരെ സബ്മിസീവായിട്ട് വിധേയമായിട്ട് നിൽക്കുന്ന ഒരു രീതി, വിധേയത്വം, സബ്മിഷനാണ്. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും തോന്നി ഇതൊരു സബ്മിഷനൊരു ബലഹീനതയല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത് ഒരു ബലഹീനത അല്ല, അതൊരു സുരക്ഷിതത്വ ബോധവും കൂടിയാണ്. എല്ലാവർക്കും രാജാവാകാൻ പറ്റുമോ? ഒരു വീട്ടിൽ എല്ലാവരും കൂടെ രാജാവായാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കിങ് വേണം, ക്യൂനും വേണം, സോൾജേഴ്സും വേണം. ഇപ്പം സോൾജേഴ്സ് പലപ്പോഴും രാജാവിനെ അല്ലെങ്കിൽ വിധേയനാവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ സുരക്ഷിതത്വ ബോധമാണ്. അപ്പം ശക്തനായ അച്ചടക്കമുള്ള ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു പങ്കാളി ഒപ്പമുണ്ടെങ്കിൽ ജീവിതം ചിട്ടയായി മുന്നോട്ട് പോകും എന്നിവർ വിശ്വസിക്കുന്നു. അപ്പം അതൊരു സുരക്ഷിതത്വ ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ പറയുന്നതാണ് ശരി, ഞാനതനുസരിച്ചോളാം, ഏട്ടൻ പറയുന്നതാണ് എൻ്റെ ശരി, അല്ലെങ്കിൽ നീ പറയുന്നതാടി എനിക്ക് ശരി എന്ന മനോഭാവം ഇവർക്കുണ്ടാവും. പങ്കാളിയുടെ നിയന്ത്രണങ്ങൾ, റെസ്ട്രിക്ഷൻസ് ഇവർ സന്തോഷത്തോടെയോ, ആ ശനിക്ക് വേറെ ദോഷബന്ധമുണ്ടെങ്കിൽ അത് നിസ്സഹായതയോടെയോ ഇവരങ്ങ് സ്വീകരിക്കും. ഓവർലി എക്സോസ്റ്റഡ് ആകുമ്പോൾ അതൊരു നിസ്സഹായത പൊട്ടിപ്പൊളിഞ്ഞ് പ്രശ്നങ്ങളിലേക്ക് വരാം. എന്നിരുന്നാൽ പോലും അത്യാവശ്യം റെസ്ട്രിക്ഷൻസൊക്കെ, ശനിബന്ധമുണ്ടെങ്കിൽ അത്യാവശ്യം റെസ്ട്രിക്ഷൻസൊക്കെ ഇവരൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു കെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്നെ നോക്കുന്നുണ്ട്, എന്നെ ഇഷ്ടമാണെന്നുള്ളതിൻ്റെ ഒരു തോന്നലായിട്ട് ഇവർക്ക് വരാം. പക്ഷെ അത് ഓവർ ഡോസ് ആയി കഴിയുമ്പം 1 രൂപ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ
ഏഴിൽ ശനിയുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് ഏഴിൽ ശനിയാണെങ്കിൽ, നിങ്ങളൊരു 10,000 മുടക്കിയാൽ ഒരു കണക്കുണ്ടാവില്ല. പക്ഷേ അവർ 1 രൂപ മുടക്കുമ്പോൾ കണക്ക് വരും. എന്നാൽ പോലും നിങ്ങളത് കുഴപ്പമില്ല, ജീവിതത്തിന് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് ഒരു ലെവൽ എത്തുമ്പോൾ നിങ്ങൾ എക്സോസ്റ്റഡ് ആവും, പൊട്ടിത്തെറിക്കും. ആ റെസ്ട്രിക്ഷൻസ് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ആ നിസ്സഹായത പൊട്ടിത്തെറിക്കും. അതായത് അളവ് മുട്ടിയാൽ ചേരയും കടിക്കുന്ന ഒരു നാടൻ ചൊല്ലുണ്ട്, നമ്മുടെ കാരണവന്മാരൊക്കെ പറയല. അപ്പോൾ അതേപോലത്തെ അവസ്ഥ ഉണ്ടാകുന്ന സമയത്തായിരിക്കും പലപ്പോഴും ഇത് പരാജയത്തിലേക്ക് പോകുന്നത്. അതല്ലാതെ ഒരു താളത്തിന് ആണിത് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ആ പങ്കാളിയോടുള്ള സ്നേഹമായിട്ടായിരിക്കും ഇവർ കാണുന്നത്. ഒന്നിൽ 7th സാറ്റർൻ നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ 7th സാറ്റർൻ നിൽക്കുന്ന ആളുടെ വൈഫ് അല്ലെ ഹസ്ബൻഡ്. അടുത്തത് ജ്യോതിഷത്തിലെ ഒരു വിശാലമായിട്ടുള്ളൊരു പഠനമാണ്. പാശ്ചാത്യ ഗ്രന്ഥങ്ങളിൽ ഇതിനെ കൂടുതലായിട്ട് നിരീക്ഷിക്കുന്ന ഈ ട്രാൻസിറ്റ് അനാലിസിസ് ഒക്കെ നടത്തുന്ന വൈദേശികരായിട്ടുള്ള അസ്ട്രോളജേഴ്സൊക്കെ പലരും പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിംഗ് സാറ്റേൺ എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയുള്ള വീഡിയോ സീരീസൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ചില വീഡിയോ ചാനലുകളിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഗിവിങ് അതോറിറ്റിയാണ്, ഗിവിങ് എവേ അതോറിറ്റിയാണ്. അതായത് അധികാരത്തെ വിട്ടുകൊടുക്കുന്ന ഒരു രീതി, അധികാരത്തെ അങ്ങ് വിട്ടുകൊടുക്കുന്ന ഒരു രീതി. അതായത് ശനി അധികാരത്തിൻ്റെയും പക്വതയുടെയും നിഷ്ഠയുടെയും മടിയുടെയും ഒക്കെ ഒരു കാരകനാണ്, നിസ്സഹായതയുടെയൊക്കെ ഒരു കാരകനാണ്. അപ്പം നിങ്ങളുടെ ജാതകത്തിലെ ശനി അധികാരത്തിൻ്റെയും പക്വതയുടെയും അതുപോലെ തന്നെ ഹാർഡ് വർക്കിങ്ങിൻ്റെയും ഓവറായിട്ട് എന്ത് പ്രതിസന്ധി വന്നാലും സ്വെറ്റിങ്ങിൻ്റെ, അതായത് വിയർത്തൊലിച്ച് കഷ്ടപ്പെടുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ് വാസ്തവത്തിൽ സാറ്റർൻ. യോഗിയുടെ തപസ്സിൻ്റെ ഒക്കെ പ്രതീകമാണ്. കഷ്ടപ്പാടാണ് അത്, ഹാർഡ് വർക്കാണ്, ലോയലാണ്, സിൻസിയറാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം നമ്മളുടെ ജാതകത്തിൽ 7ൽ ശനി ഉണ്ടെങ്കിൽ ആ ശനിയെ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം, ആ ശനിയുടെ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് പകരം, ശനിക്കൊരു നെഗറ്റിവിറ്റി ഉണ്ട്, മടി. അപ്പോൾ അത് ഇറങ്ങിത്തിരിക്കുന്നതിന് പകരം അത് നിങ്ങളുടെ പങ്കാളിയുടെക്ക് തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശനിയെ നിങ്ങളുടെ പങ്കാളിക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് അവർക്ക് വിധേയരാകും എന്നുള്ളതാണ്. പങ്കാളി ഒരേകാധിപതിയെ പോലെ നിങ്ങളെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. ഒന്നുകിൽ 7th സാറ്റർൻ ഉള്ളവർ, അല്ലെങ്കിൽ 7th സാറ്റർൻ ഉള്ളവരുടെ വൈഫായിട്ട് വരുന്നവർ, അല്ല ഹസ്ബൻഡായിട്ട് വരുന്നവർ. അപ്പോൾ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറും. അങ്ങനെ ബന്ധം ഒരു മാസ്റ്റർ സ്ലേവ് ബന്ധമാവും. അടിമ മാസ്റ്റർ സ്ലേവ്, അതായത് അടിമ ഉടമ ബന്ധം വരും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടിലേക്ക് വരും. പിന്നീട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ലെവലിലേക്ക് വരുമോ? ചെയ്യാമല്ലോ. അങ്ങനെ ആ ഒരു ഭയപ്പാട് ഉണ്ടാകും എന്നുള്ളതാണ് ഒരു സാറ്റർൻ്റെ ഒരു മോശം അനുഭവങ്ങളിൽ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തൊരു വിശേഷമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മെൻറ്റർ സ്റ്റുഡൻറ്റ് ഡൈനാമിക്സ് ആണ്. അതായത് ഗുരുശിഷ്യ ബന്ധം എന്ന് വേണേൽ പറയാം. ആചാര്യ ശിഷ്യൻ തമ്മിലുള്ളൊരു ബന്ധം ഇതൊരു പോസിറ്റീവ് വശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കുറച്ച് പ്രായമാകുമ്പം, ഒരു 40+ അല്ലെങ്കിൽ ഒരു 45+ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉള്ളൊരു പ്ലാനറ്റാണല്ലോ സാറ്റേൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു 45+ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഗുണഫലം വരും എന്നുള്ളതാണ്. അത് പങ്കാളിയിൽ നിന്നും ജീവിതത്തെക്കുറിച്ചും മറ്റുള്ള സർക്കംസ്റ്റാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും റിലേറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു താളത്തിനനുസരിച്ച്, പങ്കാളിയുടെ താളത്തിനനുസരിച്ച് മാറാൻ ഇവർ തയ്യാറാവും. അതുപോലെ തന്നെ പങ്കാളി ഇവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡൻസ് നൽകുകയും ഇവരുടെ പോസിറ്റീവായിട്ട് വന്നാൽ ഇവരുടെ അരാജകത്വമായിട്ടുള്ള ഒരു കെയോസ് ലൈഫ് സ്റ്റൈലിൽ നിന്നും ഇവരെ മാറ്റി ഒരു സ്ട്രക്ചർ, ഒരു ഘടന ഇവർ കൊടുക്കുകയും ചെയ്യും. 7th സാറ്റർനുള്ള പല ആൾക്കാരുടെ ജീവിതത്തിലേക്ക് അവർക്ക് റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുക, സ്പിരിച്വലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പാർട്ട്ണറിനെ ഒരു സ്ട്രക്ചർ, ഒരു ഘടന അവർ നൽകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ശനി 7-ലുള്ളവർ പങ്കാളിൽ നിന്നും ആഗ്രഹിക്കുന്നത് വെറും ഒരു പൈങ്കിളി പ്രണയമല്ല എന്നുള്ളത്
ഉറപ്പാണ്. സ്വസ്ഥതയാണ്, ഒരു കൺട്രോളാണ്, ഒരു സംരക്ഷണമാണ്. അതുപോലെ തന്നെ ഇവർ കുറച്ചുകൂടെ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ സന്നദ്ധരാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ തങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുകയും ഒന്ന് സംരക്ഷിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ, കെയർ ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ, എന്നെ നയിക്കാൻ കഴിവുള്ള, എൻ്റെ തെറ്റുകൾ തിരുത്തുന്ന, എന്നേക്കാൾ വിവരമുള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, എന്നാൽ എന്നെ മനസ്സിലാക്കി അധികം ഇറിറ്റേറ്റ് ചെയ്യാതെ. ഈ രവിയുടെ ഒരു ജാടയുണ്ടല്ലോ, ശനി എന്ന് പറയുന്നത് എക്സോൾട്ടഡ് ആവുന്നിടത്താണ് രവി നീചനാവുന്നത്. രവി എക്സോൾട്ടഡ് ആവുന്നിടത്താണ് ശനി നീചനാവുന്നത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവം കൊണ്ട് പറയാം, ഈ ശനി ഏഴി നിൽക്കുന്നവർക്ക് ഈ ജാടയുള്ള ആറ്റിറ്റ്യൂഡ് ഒരുപാട് കാണിക്കുന്ന, രവിയുടെ ഈ ഷോ ഓഫ് കാണിക്കുന്ന, അധികാരം കാണിക്കുന്ന, ഞാനത് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തോളൂ, ഞാനത് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, എന്നോട് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജാട കാണിക്കുന്ന ആൾക്കാർ. ഒരിക്കലും എന്നെ ഒരാൾ വിളിച്ചു, അത് വളരെ കോമഡി ആയിട്ട് പറയാം, രവിയുടെ ഒരു നെഗറ്റിവിറ്റിയെക്കുറിച്ച് പറയാം. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അവരെ, പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഏതോ വീഡിയോ കണ്ടിട്ട് വിളിച്ചു. പക്ഷേ ഓഫീസിലാണ് ഫോൺ എടുക്കുന്നത്. അപ്പം ഞാൻ ഓഫീസിലുണ്ട്. അപ്പോൾ ലൗഡ് സ്പീക്കറിലിട്ടായിരിക്കും മിക്കവാറും സംസാരിക്കുന്നത്. ഓഫീസ് ഫോണാണെങ്കിൽ അത് അങ്ങനെയായിരിക്കും. കാരണം മിക്ക കോളുകളും റെക്കോർഡിംഗ് ആണ്. കാരണം ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്ക കോളുകളും റെക്കോർഡിങ്ങിലാണ്. അപ്പോൾ ലൗഡ് സ്പീക്കറിലിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്യാമറയൊക്കെ ഉണ്ട്, ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കിട്ടാൻ വേണ്ടി കൂടെ ആയിരിക്കും. അപ്പം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞൊരു വളരെ രസകരമായിട്ടുള്ള ഡയലോഗാണ്. ജിനേഷ് ജി ഈ രവിയുടെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിനെ കുറിച്ച് പറയുകയാണ്. ജിനേഷ് ജി നിങ്ങളൊരു വലിയ ഭാഗ്യവാനാണ്. അപ്പം ഞാൻ വിചാരിച്ചു, സന്തോഷം, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാകുന്നു, അതുകൊണ്ട് നിങ്ങളൊരു വലിയ ഭാഗ്യവാനാണ്. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, ഞാൻ അവരെവിടുന്നാന്ന് പോലും അറിയില്ല, എങ്ങനെയാണെന്ന് പോലും അറിയില്ല, ആരാന്ന് പോലും അറിയില്ല. പക്ഷേ വിളിച്ച് സംസാരിച്ചപ്പോൾ കേട്ടതാണ്. പക്ഷെ അന്ന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് മേടം 10 മേടം 10 പറയുന്നത് ഈ രവി അത്യുച്ചത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, നമുക്കെല്ലാം നിമിത്തമാണല്ലോ, ജ്യോതിഷർക്ക് ഇതെന്ത് നോക്കിയാലും നിമിത്തം. അപ്പം മേടം 10 അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാതല്ല, ഇന്ന് മേടം 10, രവി അത്രയും ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരാളായിരിക്കും വന്നത്. അപ്പം അതുകൊണ്ട് ഇവരുടെ രവിക്കാരുടെ ഒരു രീതിയുണ്ട്, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, കാരണം അത് ഞങ്ങളുടെ കടമയാണല്ലോ എന്നുള്ളൊരു രീതി വരും. അപ്പോൾ അതൊരു രവിയുടെ ഒരു ഇത് ശനിക്കൊട്ടും ഇഷ്ടമല്ല എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ഭാഗ്യവാനാണ്, കാരണം എനിക്ക് നിങ്ങളെ ഇഷ്ടമാകുന്നു എന്ന് കേട്ടാൽ ശനി പറയും, ഓക്കെ താങ്ക് യു, ബൈ ബൈ, ഞാൻ പോവുകയാണ്, എനിക്ക് സമാധാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞവരങ്ങ് പോവും. അപ്പം എന്നാൽ ഇവർ അമിതമായിട്ടുള്ള വിധേയത്വത്തിലേക്ക് പോവുകയും ചെയ്യും. ഇവരുടെ സ്നേഹവും അടുപ്പവും ആ സുരക്ഷിതത്വത്തോടു കൂടിയിട്ടുള്ള കൺട്രോളും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടാനും അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും ഇവർ കാരണമാവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അമിതമായ വിധേയത്വം എന്നുള്ളത് ഒരു വ്യക്തിത്വ വൈകല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, നമുക്ക് അതിന് കോൺഫിഡൻസ് സ്വയം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, സെൽഫ് റെസ്പെക്റ്റ്, നമ്മളോടെ ഉള്ള സ്നേഹം, നമ്മുടെ ആത്മാവിനോടുള്ള സ്നേഹം, നമ്മുടെ ഈശ്വരനോടുള്ള സ്നേഹം, സെൽഫിഷ്നെസ് അല്ല, നമുക്ക് നമ്മളോടുള്ള ആ കടപ്പാടും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് വേണം ഏത് വിധേയത്വവും വരാൻ. വിധേയത്വം ഒരു മോശമായ കാര്യമല്ല, മറ്റൊരാൾ നമ്മളെ നിയന്ത്രിക്കുന്നത് മോശമായൊരു കാര്യമല്ല. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ അമ്മയാണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും അവർ പറയുന്നത് കേട്ടത് കൊണ്ടാണ് എനിക്കിന്നിത് പറയാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ വളരെ ശക്തമായ നിയന്ത്രണവും കർക്കശമായിട്ടുള്ള കാര്യങ്ങളും അവർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പം അന്നത് വലിയ ദേഷ്യമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വളരെ നന്നായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അതോടൊപ്പം തന്നെ അവർ നമ്മളെ സംരക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ സംരക്ഷണവും നിയന്ത്രണവും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു സുഖം. നിയന്ത്രണം മാത്രമാകുമ്പോഴേ പ്രശ്നം വരുന്നത്. ഒരേ സമയം യൂട്ടിലൈസേഷൻ പ്ലസ് നിയന്ത്രണം. പല വീടുകളിലും ഡിവോഴ്സിൻ്റെ ഒരു പ്രധാന കാരണങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത്
യൂട്ടിലൈസേഷൻ പ്ലസ് നിയന്ത്രണമാണ്. സമ്പത്തും മറ്റു കാര്യങ്ങളും എല്ലാം വേണം, പക്ഷേ ഭയങ്കര നിയന്ത്രണമാണ്. ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും വയ്യ. എന്ത് ചെയ്താലും ഒരു വിലയുമില്ല, ഒരു വില കൽപ്പിക്കാത്തൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ അമിതമായിട്ടുള്ള വിധേയത്വം വ്യക്തിത്വം നഷ്ടപ്പെടാൻ കാരണമാകും എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നടത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിലൊരു വിഷയമുണ്ട്. 7th സാറ്റേൺ എന്ന് പറയുന്നത് ഒരു കെയറേട്ടനോ കെയറേട്ടത്തിയോ ആയിരിക്കും. നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിൽ. സി യു.